ഒരു നോക്ക് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മളെ കാത്തിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ല നമ്മൾ വന്നത്. വരൂ. ഞാൻ വീരഭദ്രൻ തമ്മിക്ക് പകരമാണോ അടിമക്കണ്ണിനെ കണ്ടിരിക്കുന്നതെന്ന് സർവാധികാരി ചോദിച്ചു. എന്നിട്ട് അതേന്ന് ഞാൻ പറഞ്ഞു. തെറ്റാണോ? ഒരിക്കലുമില്ല. ദേവമ്മ എന്ത് പറഞ്ഞാലും നമുക്കത് ശരിയാണ്. എനിക്കത് മാത്രം മതി. ഒന്ന് വന്നേ മോളെ. സർവമാന ജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നതെന്നാൽ ആര്യങ്കാവിലെ അടിമത്താവളത്തിൽ നിന്നും തടവ് ചാടിയ അടിമക്കണ്ണെന്ന അടിമ കൊട്ടാര നാട്യക്കാരിയായ ദേവമ്മയുടെ പല്ലക്കുകാരെ കൊലപ്പെടുത്തുകയും മാളികയുടെ പൂമുഖത്ത് ശവം കെട്ടി തൂക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ കൊലയാളിയായ അടിമക്കണ്ണിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചേൽപ്പിക്കുകയോ അവനെക്കുറിച്ച് അറിവ് കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് തക്കതായ സമ്മാനം കൊടുക്കുന്നതാണ്. മേൽപ്പടി അടിമക്കണ്ണിനെ സഹായിക്കുകയോ അവനുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് ഇതിനാൽ വിളംബരം ചെയ്തുകൊള്ളുന്നു. എന്താ അബൂക്ക? നിന്റെ ഇക്ക എവിടെ? ഇക്ക ഉറങ്ങാണ്. അബൂക്ക എന്താ വല്ലാണ്ട് ബേജാറായിരിക്കണേ? എന്താ മോനെ? ഇന്നലെ അടിമക്കണ്ണ് ആ ദേവമ്മന്റെ പല്ലക്കയറെ കൊല ചെയ്തെന്ന്. എന്താ റബ്ബേ, ഇക്ക ഇന്നലെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയിട്ട് വേണ്ടേ കൊല ചെയ്യാൻ? അടിമക്കണ്ണിനെ ജീവനോട് അല്ലാതെ പിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്നാ തമ്പരടിക്കുന്നത്. ആരാണ്ടോ കൊല ചെയ്തിട്ട് ഇക്കന്റെ പേര് ചുമത്തിരിക്കുകയാണ്. പഠിച്ചോനെ, നമ്മുടെ പ്രാണനെ പഠിപ്പിച്ചത് മതിയായില്ലേ? അടിമക്കണ്ണ് അകത്തേക്ക് പോയി. എന്തിന്? നിങ്ങൾ പറഞ്ഞല്ല നമ്മൾ കേട്ട്. കേട്ടതെല്ലാം നേരാണോ മോനെ? ഉമ്മയ്ക്ക് ഭ്രാന്താണ്. ഉമ്മ, നമ്മുടെ ജീവൻ രക്ഷിച്ചവരാണ് ദേവമ്മ. നമ്മളെ പോലീസിന്റെ കൈപ്പെടാതെ ഇവിടെ കൊണ്ടുവിട്ടവരാണ് ആ പല്ലക്കുകാര്. അവരെ നമ്മൾ കൊല ചെയ്യുമെന്ന് ഉമ്മ ശാരിക്കുന്നുണ്ടാ? ഇതെന്തൊരു മറിമായമാണ് എന്റെ റബ്ബേ. മറിമായം ഒന്നുമല്ലുമ്മ, ഇത് പടച്ചവും പൊറുക്കാത്ത ബഞ്ചനയാണ്. ഞമ്മക്കിപ്പൊ തന്നെ ദേവമ്മന്റെ മാളികയിലെത്തണം. അയ്യോ, അടിമക്കണ്ണ് ഒരിടത്തേക്കും പോണ്ട. ഞമ്മക്ക് പോയേ തീരൂ. അയ്യോ വേണ്ടക്കാ, കാലമെല്ലാം കാത്തിരുന്നാണ് നിന്നെ ഞമ്മക്ക് കാണാൻ കിട്ടിയത്. നീ ഇനിയും പോയാലും തിരിച്ചു വരുമ്പോ ഉമ്മ ഉയരോടെ കാണൂല്ലടാ. അമ്മ, നമ്മളിപ്പൊ പോയില്ലെങ്കിൽ നേരെ തൂക്കുമരത്തിലേക്കായിരിക്കും പോകേണ്ടി വരണത്. ഉമ്മയ്ക്ക് ഏതാണ് വേണ്ടത് പറയും. ഉമ്മ പേടിക്കാതെ, നമ്മൾ ഒരിക്കലും പിടികൊടുക്കൂല. നമ്മളെ കൊലയാളിയാക്കിയിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയണം. ഈ ദുനിയാവിൽ സത്യവും നീതിയും ഉണ്ടെങ്കിൽ യഥാർത്ഥ കൊലയാളി നമ്മൾ കണ്ടുപിടിക്കുമ്മ. അപ്പോ നമ്മൾ പോകുകയാണ്. എന്ത് വന്നാലും എപ്പോഴും നീ വീട്ടിലുണ്ടാവണം. അടിമക്കണ്ണ് തലയിലെത്തി വെച്ചതിന്റെ ഫലം കൈയോടെ കിട്ടിയില്ലേ? ഇപ്പോഴവൻ പല്ലക്കേറെ കൊന്നതേ ഉള്ളൂ. നാളെ നിന്നെയും കൊല്ലും. ഇല്ല, അടിമക്കണ്ണ് ഒരിക്കലും കൊല ചെയ്യില്ല. ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു വിശ്വാസമാണല്ലേ? അടിമക്കണ്ണിനെ എനിക്ക് നന്നായി അറിയാം. ആർക്കൊക്കെയാണ് അവൻ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നതെന്ന് അറിയാം. നിന്റെ അറിവുകളൊന്നും അവനെ കൊലമരത്തിൽ രക്ഷിക്കാൻ പോകുന്നില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിരപരാധികളെ ബലിയാടാക്കുന്ന ഈ തേർവാഴ്ചയുണ്ടല്ലോ, അതും ഇവിടെ അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല. കേവലം ഒരു അടിമയുടെ പേരിൽ നീ ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നതിന്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അടിമക്കണ്ണിനെ സ്നേഹിക്കുന്നത് അവൻ മനുഷ്യനായതുകൊണ്ട്, നിങ്ങളുടെ അധികാരത്തേക്കാൾ ഞാൻ അവന്റെ മനസാക്ഷി മാനിക്കുന്നത് കൊണ്ട്, അടിമക്കണ്ണിനെ നേരിട്ട് വീഴ്ത്താനുള്ള നട്ടലില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അവനെ കൊലയാളിയാക്കിയത്. ആക്കാനും അഴിക്കാനും കെൽപ്പുള്ളവരെ വെല്ലുവിളിച്ചതിന് പരമാണത്. അഹങ്കാരി ഇന്നൊരു കൊലപ്പുള്ളി മാത്രമല്ല, ആയുസ് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യദ്രോഹി കൂടിയാണ്. നീയോ? അതെ, നമ്മൾ തന്നെ. ദേവമാകത്തേക്ക് പോയി
പോകാനല്ലേ പറഞ്ഞത്? കൊല ചെയ്യാത്ത ഞമ്മളെ നിങ്ങൾ കൊലപ്പുള്ളിയാക്കി തൂക്കുമരത്തി കയറ്റാൻ പോകല്ലേ? ഞമ്മളിപ്പോ കൊല ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പോലീസോ പട്ടാളോ ആരുണ്ടെങ്കിലും വിളിക്ക്. നിങ്ങൾ രാജ്യദ്രോഹിയാക്കി വിളംബരം ചെയ്തത് ഞാനല്ല, സർക്കാരാണ്. സർക്കാർ? ഇവിടെ സർക്കാരുണ്ടാ? നീതിയുണ്ടാ? സായിപ്പും സായിപ്പിന്റെ ചരടി കളിക്കണ നിങ്ങളെപ്പോലുള്ള പാവാണുള്ളത്. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. ഇല്ലാഞ്ഞിട്ടാണ് പല്ലക്കാരെ കൊലപ്പെടുത്തിയ ഞമ്മളാണെന്ന് നിങ്ങൾ വിളംബരപ്പെടുത്തിയത്? നാടായ പെരുമ്പരടിക്കുന്നത്? എല്ലാത്തും ഉത്തരവാദി ആ ഇബ്രാഹിമാണ്. ഏത് ഇബിലീസായാലും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളി, പാവപ്പെട്ട പല്ലക്കാരെ കൊല ചെയ്യുന്നേക്കാൾ സായിപ്പിന്റെ ചെരുപ്പ് വെക്കുന്ന സർവാധികാരിന്റെ തല കൊയ്തിട്ട് തൂക്കുമരത്തി കയറുന്നതാണ് അടിമക്കളുടെ അന്തസ്. അടിമക്കണ്ണേ, അതിനാണോടാ നമ്മൾ വന്നിരിക്കുന്നത്? അയ്യോ, എന്നെ കൊല്ലരുതേ ദൈവമേ. നിലവിളിക്കാതെ. ഇത് ദേവമ്മന്റെ മാളികയായതുകൊണ്ട് ഞമ്മളിപ്പോ നിന്നെ ഉയരോടെ വിട്ടയക്കുന്നത്. അയാള് ജീവനും കൊണ്ട് പോയി അല്ലേ? അടിമക്കണ്ണേ, നീ പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്. അയാൾ ഇതിന് പകരം വീട്ടാതിരിക്കില്ല. പാർവതിയമ്മേ, മരണം നേലുപോലാണ് നമ്മുടെ കൂടെ നടക്കുന്നത് നമുക്കറിയാം. എന്തും വന്നോട്ടെ, പക്ഷെങ്കിൽ പല്ലക്കാരെ കൊല ചെയ്തത് നമ്മളാണെന്ന് ദേവമ്മ നിങ്ങളും വിശ്വസിക്കണമെന്ന് നമുക്കറിയണം. ഇല്ല, ഒരിക്കലുമില്ല. ആരൊക്കെ അങ്ങനെ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കുകയില്ല. നമുക്കത് മാത്രം മതി. നിൽക്കൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വരൂ. അടിമക്കണ്ണേ, ഞാൻ ദേവമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ മാളികയിൽ ജീവിക്കണമെന്നില്ല. സർവാധികാരിയുടെ ശത്രുത ഒരു വശത്ത്, സായിപ്പിന്റെ ശല്യം മറുവശത്ത്. ഓരോ നിമിഷവും കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന വീർപ്പുമുട്ടലോടെയാണ് കടന്നു പോകുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ ഞമ്മളാണ്. ഏതായാലും നടന്നതെല്ലാം നടന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടെന്ന് പറയും. അടിമക്കണ്ണ്, എന്നെ കൂടെ കൊണ്ടുപോകണം. എങ്ങോട്ട്? എങ്ങോട്ടായാലും വേണ്ടില്ല, കൂടെ വരാൻ ഞാൻ ഒരുക്കമാണ്. എന്തെങ്കിലും ആലോചിച്ചിട്ടാണ് ദേവമ്മ പറയണത്? അതെ, അടിമക്കണ്ണ് പോയത് മുതൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു തോന്നൽ. എനിക്കിനി ഒരു നിമിഷത്തെ ജീവിതമേ ഉള്ളുവെങ്കിലും അത് അടിമക്കണ്ണിനോടൊത്തായിരിക്കണം. ദേവമ്മേ, തെരുവീതിയെ പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത നമ്മളോടൊത്ത് ദേവമ്മ എന്ത് ജീവിതമാണ് ആഗ്രഹിക്കുന്നത്? ഒരു സ്ത്രീ ഇഷ്ടപ്പെട്ട പുരുഷനുമൊത്ത് എന്ത് ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ദേവമ്മേ, അടിമക്കണ്ണിന് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഒരു പെങ്ങളെ പോലെ. അടിമക്കണ്ണേ, അടിമക്കണ്ണ് ഉയരുള്ളത് വരെ ദേവമ്മയ്ക്ക് കൂടെ പുറപ്പായിരിക്കും. നമ്മൾ പോണു. എന്താ സൈനവ? ബാപ്പ അടിമത്താവളത്തിലാണ്. ബാപ്പാന്റെ വിചാരമല്ല അടിമത്താവളത്തെ പറ്റിയല്ല, അടിമ കണ്ണിനെ പറ്റിയാണ്. അവനെ തൂക്കുമരത്തിൽ ഏറ്റാണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകത്തില്ല ഇപ്പൊ പറയണത്. ബാപ്പ അറിയാണ്ട് ഞമ്മക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യൂ. എന്താണ്? മുളമൂട്ടിൽ പോയി അടിമക്കണ്ണിക്കാന്റെ വീട് എവിടെയാന്ന് കണ്ടുപിടിക്കണം. അല്ലോ, ഞമ്മടെ കബറടക്കത്തിന് ഞമ്മളെ കൊണ്ട് ഇതിനെ കുയി വെട്ടിക്കാനാണോ സൈനബ തുടങ്ങണത്? ഐതറിക്കാക്കി നമ്മൾ എന്ത് വേണേം തരാം. അടിമക്കണ്ണിന്റെ വീട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഞമ്മക്ക് അവരെ കാണണം. അനക്ക് അടിമക്കണ്ണിന്റെ വീട് എവിടെയാണെന്ന് അറിയാമല്ലേ? ഞമ്മള് കളിച്ചവിടെ സൈനബ അറിവില്ലായ്മ കൊണ്ടല്ലോ പറഞ്ഞു മുതലാളി കോപിക്കരുത്. അടിമക്കണ്ണ് അന്റെ കെട്ടിയവനാണോടി? ബാപ്പ ഉണ്ടിപ്പോരുത്. എന്റെ ഉമ്മ മയ്യത്തായപ്പോ അന്നേയും കൂടി കഴുത്ത് തിരിച്ചു കൊന്ന് കബറടക്കേണ്ടതായിരുന്നു. ബാപ്പാക്ക് ഇനി അത് ചെയ്യാമല്ലോ. നമ്മൾ ചെയ്യവടി.
നീ അതിൽ കിടന്നാലെ കൊണ്ട് ഈ ഇബ്രാഹിമിന് ഈ ജന്മത്ത് മക്കൾ ഉണ്ടായിരുന്നത് വിചാരിക്കും. അതാണ് പാപ്പ നല്ലത്. പണത്തിന് വേണ്ടി പടശുവിന് പണയം വെക്കുന്ന ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ മയ്യത്താവണാണ് നല്ലത്. സൈനബ, പാപ്പയല്ലേ പാതിരേക്ക് ആളയച്ച് പല്ലക്കുകാരെ കൊല ചെയ്യിച്ചത്? ഇത് പറയാനാണോ നീ അടിമക്കല്ലിനെ കാണുന്നത്? അതെ, അടിമക്കണ്ണിനോട് മാത്രമല്ല ഈ ദുനിയ മുഴുവൻ നമ്മൾ വിളിച്ചു പറയും. നീ പറയൂടി. നമ്മളെ കൊന്നാലും നമ്മൾ പറയും. ഇറങ്ങി പോടി. അന്നെ ഞാനിത് കൊല്ലും. അതൊക്കെ അടിമക്കല്ലിനെ കാണുന്നല്ലേ? ഒച്ചയെടുത്ത് ആളെ കൂട്ടരുത്. അടിമക്കണ്ണിന്റെ തലയ്ക്ക് 10,000 പണമല്ലേ വിലമറി ചെയ്തിരിക്കുന്നത്. ആ പണം കൂടി ഇബ്രാഹിം മുതലാളിക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നീ ഞമ്മളെ ശൈത്താനാക്കരുത്. ശൈത്താനായിട്ട് പിറന്നോനെ വീണ്ടും എന്തിനാ ശൈത്താനാക്കുന്നത്? എടാ, അന്റെ അവസാനം അടുത്തിട്ടും അഹങ്കാരം തീർത്തില്ലല്ലേ? അത് നമ്മുടെ ബാപ്പാന്റെ ഷോയ്ക്ക് ഇത്തിരി ചൂട് കൂടി പോയിട്ടാണ്. ആ ചൂടാണ് അന്നെ കുലവരം വരേക്ക് എത്തിച്ചിരിക്കുന്നത്. മരണം നമുക്ക് പുല്ലാണ് മുതലാളി. ഒരു കാര്യം ഓർമ്മിച്ചോളി, നിങ്ങളും ഞാനും പിറന്ന ഈ ദുനിയാവിന്റെ അച്ഛനുണ്ട് പടച്ചോന്റെ കയ്യിലാണ്. അത് മറക്കരുത്. നീ മാപ്പ് പറഞ്ഞ് അടിമത്താവളത്തിൽ തിരിച്ചു കയറാമെങ്കിൽ നമ്മളെല്ലാം മറക്കും. മാപ്പ് പറയാനാ? നിങ്ങളുടെ മുന്നിക്ക് തുപ്പിയിട്ട് തൂക്കുമരത്ത് കയറാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ അടിമക്കച്ചവടം ചെയ്യുന്ന ആരാച്ചാരന്മാരെ എല്ലാം ഈ ദുനിയാവിൽ ഒഴിച്ചിട്ട് നമ്മുടെ പ്രാണം പോവും. അടിമക്കണ്ണേ, അടിമക്കണ്ണെ പിടിച്ചേൽപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ പിടിച്ചേൽപ്പിച്ചോളി. സൈനബ, അവസാനമായി നിന്നെ കാണാൻ കൂടിയാണ് നമ്മൾ വന്നത്. നമ്മളും ഈ നരകത്തിനകത്ത് ഇതുവരെ ഉയരോടിരുന്നത് നിങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. സൈനബ, അകത്തു പോ. പോയാണ് പറഞ്ഞത്. ഇല്ല പാപ്പ, ഇബ്രാഹിം മുതലാളിക്ക് മോളില്ലെന്ന് വിചാരിച്ചോളി. എന്ത് പറഞ്ഞ? സൈനബ, നീ നമ്മളോടൊപ്പം വരുന്നുണ്ടാ? വരുന്നു. സൈനബ, സൈനബ, പിടിച്ചു കെട്ടണ അവനെ. നോക്കി നിൽക്കാതെ പോയിരടാ. രണ്ടിനെയും കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് നിങ്ങൾ നമ്മുടെ മുമ്പ് വരാവൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഫാത്തിമ, അള്ളാഹനെ മനസ്സിൽ വിചാരിച്ച് ആട്ടിനെ നേർച്ചയാക്കി. പടച്ചോനെ, തങ്ങളുമാരെയും താഹീദുമാരെയും സാക്ഷി നിർത്തി തക്കലപ്പള്ളിക്ക് നമ്മളെ ആടിന് നേർച്ച വിടണം. നമ്മുടെ പൊന്നുമോൻ അടിമക്കണ്ണ് ഒരാപത്തും കൂടാണ്ട് തിരിച്ചു വരണേ. ഇതോ ആടിനെ വിടുന്നതിന് മുമ്പ് എന്നെ ആളേക്ക് വന്നല്ലോ. റബ്ബേ, നീ നമ്മുടെ വിളി കേട്ട്. ഉമ്മയ്ക്കൊരു മോളെ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാ മോനെ പൊങ്കച്ച്? ഇബ്രാഹിം മുതലാളിന്റെ പൊന്നുമോള് സൈനബ. വാ മോളെ. നല്ല നേരത്താ നീ വന്ന് കേറിയത്. എല്ലാരും ഇങ്ങോട്ട് ആട്ടിന് നേർച്ചയാക്കിയിട്ട് വർത്താനം പറയാം.